ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമിയാണെങ്കിൽ സ്റ്റേഷനിൽ ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മേനെ കണ്ടിട്ട് സ്വാധീനിപ്പിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അജയ്യോട് പറയുന്നുണ്ട്, എൻ്റെ അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അജയ്ക്ക് തെളിവുകളെല്ലാം എതിരായതുകൊണ്ട് തന്നെ അജയ്ക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല കേട്ടോ. അജയ് പറയുന്നുണ്ട്, തെളിവുകളെല്ലാം തൻ്റെ അമ്മയ്ക്കെതിരാണ് കേട്ടോ, നമുക്ക് അന്വേഷിക്കാം, കണ്ടുപിടിക്കാം, താൻ സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ സത്യദാസിനാണെങ്കിൽ ഈ കേസുമായിട്ട് ഒരു അഫെക്ഷൻ തോന്നുന്നുണ്ട്. സത്യദാസ് പറയുന്നുണ്ട്, ഈ കേസിൽ എന്തൊക്കെയോ അട്ടിമറികളൊക്കെ നടന്നിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ട്. എന്തൊക്കെയോ ഒരു ക്ലൂ ഇതിൽ ഒളിച്ചു ഇരിപ്പുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ പ്രതിയെ തന്നെ നീ പിടിക്കണം. ആ സ്ത്രീ അങ്ങനെ ചെയ്തിട്ടില്ല എന്നെൻ്റെ മനസ്സ് പറയുന്നു. എന്തോ എനിക്ക് ഈ കേസ് കണ്ടപ്പോൾ മുതൽ അങ്ങനെ പറയുന്നു, അങ്ങനെ തോന്നുന്നു. എന്തോ ഒരു ആ സ്ത്രീ അങ്ങനെ ചെയ്തില്ല, ഇതിന് പിന്നിൽ എന്തോ ഒരു ഗൂഢലക്ഷ്യം തന്നെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ അജയും വലിയച്ഛൻ്റെ വാക്കുകൾ ഏറ്റെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വലിയച്ഛൻ പറഞ്ഞ കാര്യങ്ങളും പിന്നെ അംബികയുടെ ഇടപഴകിയതും പിന്നെ ഭൂമി പറഞ്ഞതും അങ്ങനെ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അജയ്ക്കും തോന്നുകയാണ് ഇതിന് പിന്നിൽ അംബികയുടെ കരങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് അജയാണെങ്കിൽ അയൽപക്കത്തുള്ളവരെയൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരിൽ കുറച്ച് പേര് അച്യുതനും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ഈ കുടുംബം കഴിഞ്ഞു പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരോട് കുശുമ്പുള്ള ചില അസൂയാലുക്കളായിട്ടുള്ള അയൽവാസികളാണെങ്കിൽ പറയുന്നുണ്ട്, ഇല്ല, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പും വഴക്കും ഒക്കെയാണ്, അന്ന് തന്നെ കണ്ടതല്ല, ഇനി നമുക്ക് എന്ത് തെളിവാണ് സാറേ വേണ്ടത്, നമ്മൾ കതക് തുറന്ന് ചെന്നപ്പോൾ തന്നെ കുത്തി വലിച്ച് ഊരി നിൽക്കുന്നതല്ലേ, ഒരു ലോകത്തെങ്ങും ഇല്ലാത്തൊരു അച്ഛനും മകളും, ഇവർ ഫുള്ള് ഫ്രോഡുകളാണ്, ഇവരെ ഒന്ന് ശരിക്കും ഇടിച്ചു വീഴ്ച ചോദ്യം ചെയ്താൽ എല്ലാം മനസ്സിലാകും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഭൂമി പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാ ചെയ്തത്, മരിച്ചുപോയ എൻ്റെ അച്ഛനെ തന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സത്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വാക്കുകളൊക്കെ വളരെ വിലപ്പെട്ടതാണ്, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ എന്ത് തെറ്റാ ഞാനും എൻ്റെ അച്ഛനും അമ്മയും കൂടെ ചെയ്തത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാൻ കേട്ടോ. ഈ സമയത്ത് അയൽവാസികളെല്ലാം പിന്നെ പറഞ്ഞു വിടുകയാണ് കേട്ടോ അജയ്. അങ്ങനെ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാത്ത വല്ലാത്തൊരവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ അജയ്. കാരണം അയൽവാസികൾ ചിലർ പറയുന്നു ഇവർ അലമ്പും വഴക്കും ഒക്കെ ആയിട്ട് കഴിയുന്ന ഒരു കുടുംബമാണ്, എന്നാൽ ചിലർ പറയുന്നു നല്ല മാതൃകാ ദമ്പതികളായിരുന്നു, നല്ല സമാധാനം സന്തോഷമുള്ള ഒരു കുടുംബമായിരുന്നു എന്നൊക്കെ ചിലരും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താണെന്ന് ആകെ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുകയായിരിക്കും കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ഭൂമിയാണെങ്കിൽ ആ ഒരു ഫോണ്, അതായത് അച്ഛൻ്റെ ഫോണ് അവിടെ നിന്നെങ്ങും കിട്ടിയിട്ടില്ല. അപ്പോൾ അച്ഛൻ്റെ ഫോണ് തിരയുന്നുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ആ വീട് മുഴുവൻ അരിച്ചു പറക്കിയിട്ടും ഫോണ് ലഭിക്കുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ദീപാവലി ദിവസമായിരിക്കും കേട്ടോ. ആ ദീപാവലിയുടെ ദിവസം രാത്രിയിൽ, അതായത് പിറ്റേ ദിവസം ദീപാവലി ആണെങ്കിൽ തലേ ദിവസം രാത്രിയിൽ സ്റ്റേഷനിൽ പോയിട്ട് അംബികനെ കണ്ടിട്ട് തിരിച്ച് വരികയാണ് കേട്ടോ നമ്മുടെ ഭൂമിയും അതുപോലെ തന്നെ അയൽവക്കത്തുള്ള ആ ഒരു ചേച്ചിയും കൂടെ. ആ ഒരു ചേച്ചിയായിരിക്കും ഭൂമിക്ക് ഇപ്പോൾ ആശ്വാസവും ആശ്രയവും ഒക്കെ തന്നെ. ഇങ്ങനെ രണ്ടുപേരൂടെ തിരികെ പറഞ്ഞ സമയത്ത് പറയുന്നുണ്ട്, നാളെ ദീപാവലിയാണ്, പാവം എൻ്റെ അച്ഛൻ, എനിക്കാണെങ്കിൽ പടക്കം വല്ലാത്ത പേടിയാണ്, പടക്കത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ എനിക്ക് പടക്കം പൊട്ടിക്കാൻ വേണ്ടി അച്ഛൻ പടക്കങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനോട്, വേണ്ട, എനിക്ക് വല്ലാത്ത പേടിയാണ്, എനിക്ക് ഭയമാണ്, എനിക്ക് പേടി ഈ സൗണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, സൗണ്ട് ഇല്ലാത്ത പൂത്തിരികളൊക്കെ എനിക്ക് വാങ്ങിക്കൊണ്ട് തന്നത്, അത്രമാത്രം എന്നെ കൈവെള്ളയിൽ കൊണ്ട് നടന്നത് എൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാൻ കേട്ടോ. അപ്പോൾ ആ ചേച്ചിയും ആശ്വസിപ്പിക്കുകയാണേ. ഇതേ സമയത്ത് വഴിയരികിൽ റോഡിലാണെങ്കിൽ രാത്രി സമയത്ത് കുറേ ചെറുപ്പക്കാർ കുറച്ച് മദ്യപിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ദീപാവലി ആഘോഷിക്കാൻ കേട്ടോ വലിയ പടക്കങ്ങളും സൗണ്ടൊക്കെ ഉള്ള വലിയ പടക്കങ്ങളും മാലപ്പടക്കങ്ങളും ഒക്കെ പൊട്ടിച്ച് ആഘോഷിക്കുകയാണ്. അങ്ങനെ ഇവർ അതുവഴി നടന്നു വരുമ്പോഴായിരിക്കും, അയ്യോ പടക്കം പൊട്ടിക്കല്ലേ, ഞങ്ങൾ അങ്ങോട്ടൊന്ന് മാറിക്കോട്ടെ എന്ന് പറയുന്നത് പോലും കേൾക്കാതെ ഇവരുടെ ഫ്രണ്ടിലിട്ട് ഇവരങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ ആ പടക്കം മുഴുവൻ പൊട്ടിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഭൂമി വല്ലാത്തൊരവസ്ഥയിൽ പേടിച്ച് വിറച്ച് നിൽക്കുകയാണേ. ഇതേ സമയത്ത് അജയും വലിയച്ഛനും അജയുടെ അച്ഛനും എല്ലാവരും കൂടെ ദീപാവലി വീട്ടിൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള പടക്കങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെ പടക്കങ്ങൾ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു പറഞ്ഞ വഴിക്കായിരിക്കും ഇത് കാണുന്നത് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ സത്യം പറയുന്നുണ്ട്, ആ നിൽക്കുന്നത് ഭൂമിയല്ലേ, നോക്കി എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുമല്ലോ, അജയ് വണ്ടി അങ്ങോട്ട് വിട്ടേ എന്ന് പറഞ്ഞിട്ട് ഭൂമിയുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഈ സമയത്ത് ഭൂമി നിലവിളിക്കുകയാണേ, കണ്ണും ഒക്കെ ഇങ്ങനെ അടച്ച് പിടിച്ച് കാതിങ്ങനെ രണ്ട് കൈ കൊണ്ട് പൊത്തി പിടിച്ചിട്ട് നിലവിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിയോട് അജയ് ചോദിക്കുന്നത്, എന്താ ചേച്ചി പ്രശ്നം? അത് പിന്നെ ഈ കുട്ടിക്ക് പേടിയാണ്, ഈ പടക്കത്തിൻ്റെ സൗണ്ട്, ഞങ്ങൾ
അങ്ങോട്ട് മാറിയിട്ടേ പൊട്ടിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ കൂത്തടിക്കുന്ന പോലെ കാണിക്കുന്ന കണ്ടില്ലേ സർ എന്നൊക്കെ പറയുമ്പോഴത്തേനും ആ പോലീസ് നമ്മുടെ ചെറുപ്പക്കാരെ ഈ അജയ് ആണെങ്കിൽ അടിച്ചു ഓടിക്കാണ് കേട്ടോ. എന്താണ് ഇവിടെ കാണിക്കുന്നത്, നാട്ടിൽ വഴി നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചു ഓടിക്കാണ് കേട്ടോ. എന്നിട്ടും ഭൂമിയാണെങ്കിൽ ആ ഭയത്തോടു കൂടി അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അജയ് 2-3 പ്രാവശ്യം വിളിച്ചിട്ടും ഭൂമി കണ്ണ് തുറക്കുന്നില്ല. അങ്ങനെ ഭൂമിയുടെ തോളിൽ ഇങ്ങനെ പിടിച്ച് കുലുക്കുമ്പോൾ പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അജയിനെ കാണുകയാണ് കേട്ടോ. അങ്ങനെ അജയ് പറയുന്നത് എന്താന്ന് പറയുമ്പം അല്ല, ഞാൻ അമ്മേനെ കാണാൻ പോയിട്ട് വന്നതാ, അപ്പോഴേ എനിക്ക് ഈ സൗണ്ട് കേൾക്കുന്ന പേടിയാ സർ എന്ന് പറയുമ്പോൾ സാരമില്ല, തന്നെ നടന്ന് വീട്ടിലേക്ക് പോകണ്ട, ഞങ്ങൾ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഭൂമിനെ വണ്ടിയിൽ കയറ്റി സത്യനും അതുപോലെ തന്നെ അജയും ഒക്കെ കൂടി ഭൂമിനെ വീട്ടിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഭൂമിയുടെ ധൈര്യമായിട്ടിരിക്കുക, ഒന്നും ഓർത്ത് വിഷമിക്കാതിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, എല്ലാം ഈശ്വരൻ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ സത്യനും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിരികെ എത്തുമ്പോഴേക്കും വീട്ടിലെല്ലാവരും, അതായത് മുത്തശ്ശിയും അതുപോലെ തന്നെ അഞ്ജന, പിന്നെ അജയുടെ അമ്മ, അങ്ങനെ എല്ലാവരും തന്നെ ദീപാവലി ആഘോഷിക്കാനായിട്ട് പടക്കത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരിക്കും കേട്ടോ. പടക്കം എന്താ കൊണ്ടുവരാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ അവർ വരും എന്നൊക്കെ പറയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇവർ പടക്കമൊക്കെ ആയിട്ട് പോവുകയാണ്. അങ്ങനെ അജയും ഡ്രസ്സൊക്കെ മാറി ഒരു കുർത്തിയൊക്കെ ഇട്ടിട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇവർ ആഘോഷിക്കുകയാണ്, പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കുകയാണ്. പൂത്തിരിയൊക്കെ ഇങ്ങനെ കത്തിക്കുന്നുണ്ട്. ഈ ഒരു സമയത്തായിരിക്കും പൂത്തിരി കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അജയ് നോക്കുമ്പോൾ അജയുടെ അടുത്ത് അജയുടെ പ്രിയപ്പെട്ട, അജയുടെ പ്രാണനായ, അജയ് പ്രാണന് തുല്യം സ്നേഹിക്കുന്ന അജയുടെ പ്രണയിനിയായ ആ നയന തൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ ആ പുത്തിരിയൊക്കെ ഇങ്ങനെ കറക്കുന്നത് പോലെ തോന്നുകയാണ് കേട്ടോ. അപ്പോൾ അജയുടെ തോന്നലായിരിക്കും. അങ്ങനെ അജയ് ആ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അങ്ങനെ രണ്ടുപേരും പ്രണയാർദ്രമായിട്ട് ആ പടക്കം ഇങ്ങനെ കത്തിക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ കാണുകയാണ്. പക്ഷേ അതൊരു സ്വപ്നം മാത്രമായിരിക്കും. പെട്ടെന്ന് ആ സ്വപ്നത്തിൽ നിന്ന് വിടുമ്പോഴത്തേനും അജയ്ക്ക് വല്ലാത്തൊരു പ്രയാസം തോന്നുകയാണ് കേട്ടോ മനസ്സിന്. കാരണം അത്രമാത്രം അജയ് ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ അജയുടെ മനസ്സിൽ നിന്ന് അത് മായുന്നില്ല. അതുകൊണ്ട് തന്നെ അജയ് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തായിരിക്കും നമ്മുടെ അഞ്ജന പറയാണ് അമ്മയെ കണ്ടില്ലേ, എനിക്കും ആഗ്രഹമില്ല അവൻ്റെ കൂട്ടത്തിലൊന്ന് ടൈം സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ. അതൊന്നും അവൻ സമ്മതിക്കും തോന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് ഇടപഴകിയാലല്ലേ അമ്മയെ പരസ്പരം ഒരു സ്നേഹമൊക്കെ ഉണ്ടാവുള്ളൂ. അതിനുള്ള അവസരം പോലും കിട്ടുന്നില്ല. അവൻ ഓഫീസ് വിട്ടാൽ വീട് വിട്ടാൽ ഓഫീസ് എന്നൊക്കെ ആണെങ്കിൽ പോലും ഒരു നിമിഷം പോലും എൻ്റെ അടുക്കൽ ഉണ്ടാവില്ല. എന്താ അമ്മ ഇതിനൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ നീ സാരമില്ല, നീ വിഷമിക്കാതെ ഞാനൊരു ഐഡിയ പറയാം എന്ന് പറഞ്ഞിട്ട് മോനെ അജയ് എന്താ വല്യമേ ഇങ്ങനെ വന്നേ എന്താ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അതെ ഈ പടക്കത്തിൻ്റെ ഇതിൻ്റെയൊക്കെ സൗണ്ട് കേട്ടിട്ട് ഇവൾക്ക് എന്തോ ഒരു വല്ലായികാന്ന്, ഒന്ന് ഫ്രീ ആവണമെന്ന്, എന്തോ മനസ്സിന് വല്ലാത്തൊരു ഇതെന്ന് പറയാം ഈ സൗണ്ടൊക്കെ കേട്ടിട്ട്. മോനൊന്ന് ഡ്രൈവിന് പോയിട്ട് വരാം രണ്ടുപേരുടെ, രാത്രിയായില്ലേ, കുറച്ചൊന്ന് ബൈക്കിലൊക്കെ ഒന്ന് ചുറ്റിയിട്ട് അപ്പോഴത്തേക്കിനും ഇവളും ഒന്ന് ഇവളുടെ മനസ്സൊന്ന് റിലാക്സ് ആകും എന്ന് പറയുമ്പോൾ ഇല്ല വല്യമേ, ഞാൻ ഒന്നാമത്തെ ഓഫീസിൽ നിന്ന് ടയേർഡായിട്ടാണ്, എനിക്കെന്തോ വല്ലാത്തൊരു ക്ഷീണവും തളർച്ചയൊക്കെ, സോറി വല്യമേ, ഞാൻ റൂമിലേക്ക് പോകുക, എനിക്കിന്ന് കിടക്കണം എന്ന് പറഞ്ഞിട്ട് പോകാൻ കേട്ടോ. അങ്ങനെ നൈസായിട്ട് നമ്മുടെ അഞ്ജനനെ ഇഗ്നോർ ചെയ്തിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ അജയുടെ മനസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അജയ്ക്ക് വല്ലാത്തൊരു പ്രയാസമാണ്. ആ നയനനെ കുറിച്ചുള്ള ഓർമ്മകൾ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ വന്നതിൻ്റെ ഒരു പ്രയാസത്തിൽ അജയും പോകുകയാണ് കേട്ടോ. അങ്ങനെ ഭവാനി പറയുന്നുണ്ട്, ആ സാരമില്ല മോളെ, ഇങ്ങനെയൊക്കെ ആദ്യം ഇങ്ങനെയൊക്കെ ആയിരിക്കും, പിന്നെ പതിയെല്ലാം ശരിയായിക്കുള്ളൂ, മോൾ വിഷമിക്കാതെ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭവാനിയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഞ്ജനയാണെങ്കിൽ വല്ലാത്ത തകൃതിയിൽ എങ്ങനെയെങ്കിലും നമ്മുടെ അജയുടെ മനസ്സിൽ കയറി പറ്റണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം ഭൂമി ഇവിടേക്ക് വരുമോ എന്നുള്ളൊരു ഭയം അഞ്ജനയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ അജയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണമെന്ന് ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അജയുടെ അമ്മയോട് പറയുന്നുണ്ട്, അജയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ, ഞാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കാമെന്നൊക്കെ പറയുമ്പോൾ അജയുടെ അമ്മ പറഞ്ഞിട്ട്, അതെ നമ്മൾ ആണുങ്ങളുടെ മനസ്സ് കീഴടക്കണമെങ്കിൽ ആദ്യം വയറ് കീഴടക്കണം, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ആദ്യം അവരുടെ മനസ്സിൽ കയറി പറ്റണം എന്ന് പറയുമ്പോൾ എന്നാലേ ഞാൻ അജയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാം, അജയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഏതാ ആൻറ്റി പറ എന്ന് പറഞ്ഞിട്ട് അവന് ക്യാരറ്റ് ഹൽവ ഒക്കെ ഇഷ്ടമാണ്, പിന്നെ അങ്ങനെ ഓരോ ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ പറയുകയാണ്. ആണ് ആൻറ്റി എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും നാൾ ഞാൻ അവന് വെച്ച് വിളമ്പി കൊടുത്തു, ഇനി ഇതെല്ലാം നീ പഠിച്ചിട്ട് നീ വേണം അവൻ്റെ കാര്യങ്ങൾ നോക്കാനും അവന് ഇഷ്ടപ്പെട്ടതൊക്കെ വെച്ച് വിളമ്പി കൊടുക്കാനും, എന്നാലേ നീ വേഗം ചെയ്തോ. അപ്പം പെട്ടെന്നൊരു ഒരു വെളുത്തുള്ളി എടുത്തിട്ട് പറയണം, ഈ സബോള എത്ര എണ്ണം വേണം, ഇത് സബോള അല്ലടി പണ്ടു, ഇത് വെളുത്തുള്ളി ബെസ്റ്റ്, ഈ വെളുത്തുള്ളി എന്താ, സബോള എന്താ, പച്ചമുളക് ഏതാണെന്ന് അറിയാത്ത നീയാണോ പാചകം ചെയ്യാൻ പോകുന്നത്, എന്തായാലും ഇതൊക്കെ ഞാൻ എടുത്തു തരാൻ സാധനങ്ങളൊക്കെ, അതൊക്കെ വൃത്തിയായിട്ട് അരിഞ്ഞ് പിന്നെ വേണ്ടുന്ന പോലെ ചെയ്തോ, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ. പറഞ്ഞത് അബദ്ധമായി പോയോ, ഒരുപാട് ജോലികളായി പോയല്ലോ എന്നും പറഞ്ഞിട്ട് അഞ്ജനയും തലയിൽ കൈവച്ചിരിക്കുകയാണ് കേട്ടോ.
അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭൂമിയാണെങ്കിൽ അജയനെ വിളിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിക്കാണെങ്കിൽ മുറ്റത്ത് നിന്ന് കിടന്നിട്ട് അച്ഛൻ്റെ ഫോൺ ലഭിക്കുന്നുണ്ട്. ആ ഫോണാണെങ്കിൽ ശരിയാക്കാൻ കൊടുത്തു കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് വീഡിയോ ക്ലിപ്പിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ആ ഫോണാണെങ്കിൽ ലഭിച്ചു. വേഗം തന്നെ സർ ഇങ്ങോട്ട് ഒരു നല്ല തെളിവാണ് സർ, എൻ്റെ അമ്മേനെ രക്ഷിക്കാനുള്ള ഏക തെളിവാണ് സർ എന്ന് പറയുമ്പോൾ ഞാനിതാ എത്തിയെന്ന് പറയാൻ കേട്ടോ. ആ സമയത്ത് ഭവാനിയും എല്ലാവരും ചുറ്റും ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും കോൾ പറഞ്ഞത്. എന്താ മോനെ എന്താന്ന് ഭവാനി ചോദിക്കുമ്പോൾ അജയ് പറഞ്ഞിട്ട് ഭൂമിയെ വിളിച്ചത് എന്തോ ഒരു തെളിവ് ലഭിച്ചിട്ടുണ്ടെന്ന്, അവളുടെ അമ്മയല്ല ഈ കൊലപാതകം ചെയ്തത്, യഥാർത്ഥ കൊലയാളിയെക്കുറിച്ചുള്ളൊരു തെളിവാണെന്നാണ് പറഞ്ഞത് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഭവാനി പേടിക്കുകയാണ്. കാരണം തെളിവ് ലഭിച്ചു എന്ന് പറയുമ്പോൾ ഇനി ഭവാനിയും അതുപോലെ തന്നെ കമാലും ഒക്കെ അകത്താകുമോ, എല്ലാം കൈവിട്ടു പോയോ എന്നോർത്താകെ ഭയന്ന് വിറച്ച് നിൽക്കുകയാണ് കേട്ടോ ഭവാനി. പെട്ടെന്ന് തന്നെ അജയ് അവിടേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ആ ഫോണ് അജയ് കരസ്ഥമാക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സത്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഭൂമി അറിയുകയാണ് കേട്ടോ. ഭൂമിയുടെ അമ്മേനെ നശിപ്പിച്ചതും അതുപോലെ തന്നെ ഭൂമിയെ കൊല്ലാൻ ഏൽപ്പിച്ചതും പിന്നെ ഇപ്പോൾ ഭൂമിയുടെ വളർത്തച്ഛനായ അച്യുതനെ കൊന്നതും അങ്ങനെ എല്ലാ ക്രൂര കൃത്യങ്ങളും ചെയ്തത് സ്വത്തുക്കൾക്കും പണത്തിനും പ്രതാപത്തിനും ഒക്കെ വേണ്ടി സ്വന്തം താല്പര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഭവാനിയാണ് എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുകയാണ് കേട്ടോ ഭൂമി. അങ്ങനെ ഭൂമിയാണെങ്കിൽ എല്ലാ സത്യങ്ങളും എല്ലാവരോടും വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് സൗഭാഗ്യമംഗലത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ ഭൂമി കയറി വരികയാണ്. ഭൂമി വരുമ്പോൾ മുത്തശ്ശിയൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഭൂമിയുടെ മുഖത്ത് ആ ഒരു പുഞ്ചിരിയോ ഒന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. ഭവാനിയോടുള്ള അടങ്ങാത്ത പകയും പ്രതികാരവുമായിട്ടായിരിക്കും ഭൂമി വന്ന് കയറുന്നത്. അപ്പം സത്യം ചോദിക്കുന്നത് എന്താ മോളുടെ മുഖത്തൊക്കെ ഒരു ഭാവമാറ്റം, മോൾക്ക് എന്താ പറ്റി, മോളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്ന് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിനി ഇങ്ങോട്ട് വന്നത് ഇനി തിരിച്ചു പോകാനല്ല, ഇവിടെ താമസിക്കാനാണ്, ഇതെൻ്റെ വീടാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറഞ്ഞത് നീ എന്തൊക്കെ ഈ പറയുന്നത്, നിനക്ക് എന്താ പറ്റിയത്, നിൻ്റെ വീടാണെന്നോ മോളെ ഭൂമി, നിനക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം അതെ സത്യമാ മുത്തശ്ശി പറഞ്ഞത്, ഈ വീട്ടിലെ സത്യദാസിൻ്റെ മകളാണ് ഞാൻ, അതിനുള്ള തെളിവുകളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമി തൻ്റെ കയ്യിലുള്ള മാലയും അതുപോലെ തന്നെ തൻ്റെ പുറത്തെ മറുകും അങ്ങനെ എല്ലാ തെളിവുകളും കാണിച്ചു കൊടുക്കാൻ കേട്ടോ സൗഭാഗ്യമംഗലത്തുള്ളവർക്ക്. അതുപോലെ തന്നെ ഈ താൻ ഇത്രയും നാളും ഒളിഞ്ഞിരുന്നതിൻ്റെ പിന്നിലെ രഹസ്യവും തൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ രഹസ്യം അങ്ങനെ എല്ലാത്തിനും കുറ്റക്കാരിയായ നമ്മുടെ ഭവാനിനെയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഭവാനീനെ മുത്തശ്ശി പറയുന്നത് അടിച്ചിറക്കട ഈ നാശത്തിന്, ഈ വീടിൻ്റെ പാട്ടി ചവിട്ടരുത് ഇനി ഇവള് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സത്യദാസും എല്ലാം കൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ഭവാനീനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞെട്ടി ഉണരുകയാണ് സ്വപ്നത്തിൽ നിന്ന് ഭവാനി. ആ ഭവാനി കണ്ട ഒരു സ്വപ്നമായിരിക്കും കേട്ടോ ഇത്. അങ്ങനെ ഭവാനി രാത്രി ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണ്. ഈ സ്വപ്നം കണ്ടിട്ട് ഭവാനി ആകെ ഭയന്ന് വിറയ്ക്കുകയാണ് കേട്ടോ. വെള്ളമൊക്കെ കുടിക്കുകയാണ്. എന്നിട്ട് ഭവാനി ഓർക്കുകയാണ് എങ്ങാനും ഭൂമി ഈ സത്യങ്ങൾ അറിഞ്ഞാൽ ഭൂമി ആദ്യം തന്നെ ഇങ്ങോട്ടേക്ക് വരും. അവൾ ഇത്രയും സൗഭാഗ്യങ്ങളൊക്കെ ഉള്ള വീടല്ലേ, എന്തായാലും അവൾ ഇങ്ങോട്ടേക്ക് വരും. ഇങ്ങോട്ടേക്ക് വന്ന് എൻ്റെ പിന്നിലെ എല്ലാ രഹസ്യങ്ങളും അവൾ ചൂണ്ടിക്കാണിക്കും. അനുവദിച്ചൂടാ, ഞാൻ ഇത്രയും നാളും ചെയ്തു കൂട്ടിയതൊക്കെ ഒരു നിമിഷം കൊണ്ട് തകർത്തെറിയാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കാനിട്ട് നമ്മുടെ ഭവാനി. എന്നിട്ട് ഭവാനിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഭൂമിയുടെ ജീവനും എടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയമായി, അതിനുള്ള നിയോഗമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭവാനി തീരുമാനിക്കുകയാണ് കമാലിനെ ഏൽപ്പിക്കുകയാണ് കേട്ടോ. ഭൂമിയുടെ ജീവനും എത്രയും പെട്ടെന്ന് തീർത്ത് കളയാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നതൊക്കെയാണ് കേട്ടോ ഇനി വരുന്ന എപ്പിസോഡുകൾ.